പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. പാഠപുസ്തകങ്ങളിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ അനുബന്ധ വസ്തുതകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സ്വർണം, ടിൻ, മൈക്ക ഖനികളിലെ തൊഴിലാളികളിലും ക്വാറി, മൺപാത്ര നിർമ്മാണം, സെറാമിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരിലും കണ്ടുവരുന്ന രോഗം. സ്വർണം, ടിൻ, മൈക്ക ഖനികളിലെ തൊഴിലാളികളിലും ക്വാറി, മൺപാത്ര നിർമ്മാണം, സെറാമിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരിലും കണ്ടുവരുന്ന രോഗം സിലിക്കോസിസ്. സിലിക്കോസിസ് ആണ് ഇത്തരം ജോലികൾ ചെയ്തു വരുന്നവരിൽ കണ്ടുവരുന്ന രോഗം. ഇതുപോലെ തൊഴിൽ സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? തൊഴിൽജന്യ രോഗങ്ങൾ എന്ന് പറയുന്നു. തൊഴിൽജന്യ രോഗങ്ങൾ, തൊഴിൽജന്യ രോഗങ്ങൾ, തൊഴിൽജന്യ രോഗങ്ങൾ എന്ന് പറയുന്നു. ന്യൂമോകോണിയോസിസ്. ന്യൂമോകോണിയോസിസ് എന്താണ്? ന്യൂമോകോണിയോസിസ് ന്യൂമോകോണിയോസിസ് ഒരു തൊഴിൽജന്യ രോഗമാണ്. ഇത് കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്ക് ഉണ്ടാവുന്ന രോഗമാണ്. കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്ക് വരുന്ന ഒരു രോഗമാണ് ന്യൂമോകോണിയോസിസ്. അതുപോലെ ആസ്ബസ്റ്റോസിസ്. ആസ്ബസ്റ്റോസിസ് പറയുന്നത് മറ്റൊരു തൊഴിൽജന്യ രോഗമാണ്. ഇത് ആസ്ബസ്റ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ഉണ്ടാവുന്ന രോഗമാണ് ആസ്ബസ്റ്റോസിസ്. ഒന്ന് വായിക്കാം. തൊഴിലിടങ്ങളിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന രോഗങ്ങളാണ് തൊഴിൽജന്യ രോഗങ്ങൾ. കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന ന്യൂമോകോണിയോസിസ്, ആസ്ബസ്റ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന ആസ്ബസ്റ്റോസിസ് എന്നിവ ഇത്തരം രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം. ഹൃദയാഘാതം. അനാരോഗ്യകരമായ ജീവിതശൈലി മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. നമ്മുടെ ആരോഗ്യകരമല്ലാത്ത ജീവിത ശൈലി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെയാണ് നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഈ അനാരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലി? ഭക്ഷണത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ, മാനസിക സംഘർഷം, മദ്യപാനം, പുകവലി, മയക്കുമരുന്ന് ഉപയോഗം എന്നിവയെല്ലാം ഇത്തരം രോഗങ്ങൾക്കുള്ള കാരണങ്ങളാണ്. ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ, മാനസിക സംഘർഷം, മദ്യപാനം, പുകവലി, മയക്കുമരുന്ന് ഉപയോഗം എന്നിവയെല്ലാം ഇത്തരം രോഗങ്ങൾക്കുള്ള കാരണങ്ങളാണ്. ഇനി പ്രധാന ജീവിതശൈലി രോഗങ്ങളും കാരണങ്ങളുമാണ് ഇനി പറയാൻ പോകുന്നത്. പ്രമേഹം. ഇൻസുലിന്റെ കുറവോ പ്രവർത്തന വൈകല്യമോ. പ്രമേഹം, ഇൻസുലിന്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലം ഉണ്ടാവുന്ന രോഗമാണ് പ്രമേഹം. ഫാറ്റി ലിവർ. കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടാൻ ഇടയാകുന്നതാണ് ഫാറ്റി ലിവറിന് കാരണം. കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടാൻ ഇടയാവുന്നതാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്ന രോഗത്തിന് കാരണം. പക്ഷാഘാതം. പക്ഷാഘാതം. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത്, രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് ഒക്കെയാണ് പക്ഷാഘാതത്തിന്റെ കാരണം. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നതും രക്തപ്രവാഹം തടസ്സപ്പെടുന്നതുമാണ് പക്ഷാഘാതത്തിന്റെ കാരണങ്ങൾ. അമിത രക്തസമ്മർദ്ദം. അമിത രക്തസമ്മർദ്ദം. കൊഴുപ്പടിഞ്ഞ രക്തധമനികളുടെ വ്യാസം കുറയുന്നതാണ് അമിത രക്തസമ്മർദ്ദത്തിന് കാരണം. കൊഴുപ്പടിഞ്ഞ രക്തധമനികളുടെ വ്യാസം കുറയുന്നത് അമിത രക്തസമ്മർദ്ദത്തിന് കാരണമാവുന്നു. അടുത്ത ചോദ്യം, ഏറ്റവും വലിയ ശ്വേതരക്താണു. ഏറ്റവും വലിയ ശ്വേതരക്താണു മോണോസൈറ്റ്. മോണോസൈറ്റ് ആണ് ഏറ്റവും വലിയ ശ്വേതരക്താണു. രോഗപ്രതിരോധത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് ആര്? ശ്വേതരക്താണുക്കൾ. രോഗപ്രതിരോധത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് ശ്വേതരക്താണുക്കൾ. ന്യൂക്ലിയസുകളുടെ ആകൃതി അടിസ്ഥാനമാക്കി ഇവയെ 5ആയി തിരിച്ചിരിക്കുന്നു. ശ്വേതരക്താണുക്കളെ 5ആയി തിരിച്ചിരിക്കുന്നു. ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസ്നോഫിൽ, അതുപോലെ മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ന്യൂക്ലിയസുകളുടെ ആകൃതി അടിസ്ഥാനമാക്കി ഇവയെ 5ആയി തിരിച്ചിരിക്കുന്നു. ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസ്നോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ന്യൂട്രോഫിൽ ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുകയും ഇതിനാവശ്യമായ രാസവസ്തുക്കൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. ന്യൂട്രോഫിലിന്റെ ധർമ്മം എന്താണ്? ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു, അതുപോലെ ഇതിനാവശ്യമായിട്ടുള്ള രാസവസ്തുക്കൾ നിർമ്മിക്കുകയും ചെയ്യുന്നു.
മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുകയും രക്തക്കുഴലുകൾ വികസിപ്പിക്കുകയും ചെയ്യുകയാണ് ബേസോഫിലിന്റെ ധർമ്മം. ബേസോഫിലിന്റെ ധർമ്മം മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുക, അതുപോലെ രക്തക്കുഴലുകൾ വികസിപ്പിക്കുക എന്നിവയാണ് ബേസോഫിലിന്റെ ധർമ്മം. അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നതിനോടൊപ്പം വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഈസ്നോഫിലാണ്. അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കളെ ഉണ്ടാക്കുന്നു, അതുപോലെ വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായുള്ള രാസവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? ഈസ്നോഫിലാണ്. രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്ന ശ്വേതരക്താണുവാണ് ലിംഫോസൈറ്റ്. രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്ന ശ്വേതരക്താണുവാണ് ലിംഫോസൈറ്റ്. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.